ബൈബിളിലെ പഴയ നിയമത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായതും ചിന്തോദ്ദീപകവുമായ ഒരു കഥയാണ് ഇയ്യോബിൻ്റെ കഥ. കഠിനമായ ദുരന്തങ്ങളിലും ദൈവത്തിലുള്ള വിശ്വാസം കൈവിടാതിരുന്ന ഒരു മനുഷ്യൻ്റെ ക്ഷമയുടെയും സമർപ്പണത്തിൻ്റെയും പ്രതീകമാണ് ഇയ്യോബ്. മനുഷ്യന് എന്തുകൊണ്ട് ദുരിതങ്ങൾ ഉണ്ടാകുന്നു? നല്ലവരായ ആളുകൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? കാലങ്ങളായി മനുഷ്യർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. സമ്പത്തും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതത്തിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം സർവ്വതും നഷ്ടപ്പെട്ട് രോഗബാധിതനായിട്ടും ദൈവത്തെ തള്ളിപ്പറയാത്ത ഒരു ഭക്തൻ്റെ കഥയാണിത്. ഇയ്യോബിൻ്റെ ക്ഷമ എന്ന പ്രയോഗം തന്നെ ലോക പ്രശസ്തമാണ്. കഷ്ടപ്പാടുകൾ ദൈവത്തിൻ്റെ ശിക്ഷയല്ല, മറിച്ച് വിശ്വാസത്തിൻ്റെ പരീക്ഷണമാണെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ഊസ് എന്ന ദേശത്തായിരുന്നു ഇയ്യോബ് ജീവിച്ചിരുന്നത്. അവൻ അത്യന്തം നീതിമാനും ദൈവഭയമുള്ളവനുമായിരുന്നു. 7 ആൺമക്കളും 3 പെൺമക്കളും അടങ്ങുന്ന വലിയൊരു കുടുംബവും ആയിരക്കണക്കിന് ആടുമാടുകളും ഒട്ടകങ്ങളും ഒക്കെയുള്ള വലിയൊരു സമ്പന്നനായിരുന്നു അവൻ. തൻ്റെ മക്കൾ അറിവില്ലായ്മ കൊണ്ടുപോലും ദൈവത്തിനെതിരെ പാപം ചെയ്യരുതേ എന്ന് കരുതി അവർക്ക് വേണ്ടി ദിവസവും ബലിയർപ്പിക്കുന്ന അത്രയും നല്ലൊരു പിതാവായിരുന്നു ഇയ്യോബ്. ഒരിക്കൽ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ മാലാഖമാരും സാത്താനും ഒന്നിച്ചുകൂടി. ദൈവം സാത്താനോട് ചോദിച്ചു, നീ എൻ്റെ ദാസനായ ഇയ്യോബിനെ കണ്ടോ? അവനെപ്പോലെ നീതിമാനും ഉത്തമനുമായ ആരും ഭൂമിയിലില്ല. അപ്പോൾ സാത്താൻ ദൈവത്തെ വെല്ലുവിളിച്ചു, ഇയ്യോബ് വെറുതെയല്ല ദൈവത്തെ ഭയപ്പെടുന്നത്. അങ്ങ് അവന് ചുറ്റും സംരക്ഷണവും വലിയ സമ്പത്തും നൽകിയിട്ടുണ്ടല്ലോ. അവൻ്റെ സമ്പത്തെല്ലാം ഒന്ന് എടുത്തു മാറ്റി നോക്കൂ, അവൻ അങ്ങയുടെ മുഖത്ത് നോക്കി നിന്ദിക്കും. ഇയ്യോബിൻ്റെ വിശ്വാസം തെളിയിക്കാനായി അവൻ്റെ മേൽ അധികാരം പ്രയോഗിക്കാൻ ദൈവം സാത്താന് അനുവാദം നൽകി. എന്നാൽ അവൻ്റെ ജീവനെ തുടരുത് എന്ന് ദൈവം കൽപ്പിച്ചു. പെട്ടെന്നൊരു ദിവസം ഇയ്യോബിൻ്റെ ജീവിതം തകിടം മറിഞ്ഞു. ഒന്നിനു പുറകെ ഒന്നായി ദുരന്ത വാർത്തകൾ അവനെ തേടിയെത്തി. ശത്രുക്കൾ വന്ന് അവൻ്റെ കന്നുകാലികളെയും കഴുതകളെയും കവർന്നുകൊണ്ടുപോയി. വേലക്കാരെ കൊന്നു. ആകാശത്തു നിന്ന് തീയിറങ്ങി അവൻ്റെ ആടുകളെയും ഇടയന്മാരെയും ദഹിപ്പിച്ചു കളഞ്ഞു. മറ്റൊരു ശത്രു സംഘം ഒട്ടകങ്ങളെ മുഴുവൻ പിടിച്ചെടുത്തു. എല്ലാറ്റിലും ഉപരി മക്കളെല്ലാം ഒരുമിച്ച് വന്നിരുന്ന വീടിന് മുകളിൽ കൊടുങ്കാറ്റടിച്ച് വീണ് 10 മക്കളും മരണപ്പെട്ടു. ഒരൊറ്റ ദിവസം കൊണ്ട് ഇയ്യോബ് അനാഥനും ദരിദ്രനുമായി മാറി. എങ്കിലും ഇയ്യോബ് തൻ്റെ വസ്ത്രം കീറി തല മുണ്ഡനം ചെയ്ത് നിലത്ത് വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി വന്നു, നഗ്നനായി തന്നെ മടങ്ങും. യഹോവ നൽകി, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തോൽവി സമ്മതിക്കാത്ത സാത്താൻ വീണ്ടും ദൈവത്തെ സമീപിച്ച് അവൻ്റെ ശരീരത്തെ തകർക്കാൻ അനുവാദം വാങ്ങി. ഇയ്യോബിൻ്റെ കാൽപാദം മുതൽ തലപ്പാവ് വരെ മാരകമായ വ്രണങ്ങൾ ബാധിച്ചു. അവൻ ചാരത്തിരുന്ന് ഓട്ടുകഷ്ണം കൊണ്ട് ശരീരം ചൊറിഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ അവസ്ഥ കണ്ട് ഭാര്യ പോലും പറഞ്ഞു, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിക്കുന്നുവോ? ദൈവത്തെ ശപിച്ച് മരിച്ചു കളാകാം. എന്നാൽ ഇയ്യോബ് അതിന് വിസ്മതിച്ചു. അവൻ്റെ കഷ്ടപ്പാടറിഞ്ഞ് 3 സുഹൃത്തുക്കൾ അവനെ ആശ്വസിപ്പിക്കാൻ വന്നു. എന്നാൽ അവർ ഇയ്യോബിനെ ആശ്വസിപ്പിക്കുന്നതിന് പകരം അവൻ രഹസ്യമായി എന്തോ വലിയ പാവം ചെയ്തതുകൊണ്ടാണ് ദൈവം അവനെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്ന് വാദിച്ചു. ഇയ്യോബ് താൻ നിരപരാധിയാണെന്ന് വാദിച്ചെങ്കിലും സുഹൃത്തുക്കൾ അത് വിശ്വസിച്ചില്ല. തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകാതെ ഇയ്യോബ് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഒടുവിൽ വലിയൊരു ചുഴലിക്കാറ്റിൽ നിന്ന് ദൈവം ഇയ്യോബിനോട് സംസാരിച്ചു. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും അതിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചും ദൈവം ചോദിച്ചപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് മുന്നിൽ മനുഷ്യർ എത്ര നിസ്സാരനാണെന്ന് ഇയ്യോബ് തിരിച്ചറിഞ്ഞു. അവൻ തൻ്റെ ചോദ്യങ്ങൾ പിൻവലിച്ച് ദൈവത്തോട് ക്ഷമ ചോദിച്ചു. ഇയ്യോബിൻ്റെ കുറ്റമറ്റ വിശ്വാസത്തിൽ പ്രസാദിച്ച ദൈവം അവനെ കുറ്റപ്പെടുത്തിയ സുഹൃത്തുക്കളെ ശാസിച്ചു. തുടർന്ന് ഇയ്യോബിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി സമ്പത്ത് ദൈവം തിരികെ നൽകി. അവന് വീണ്ടും 7 ആൺമക്കളും 3 പെൺമക്കളും ജനിച്ചു. അതിനുശേഷം അവൻ ദീർഘകാലം സന്തോഷത്തോടെ ജീവിച്ചു. ഇയ്യോബിൻ്റെ കഥ നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരുമ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് പ്രതിസന്ധികളിലും ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിക്കുകയാണ് വേണ്ടത്. ദുരന്തങ്ങൾ താൽക്കാലികം പ്രതിഭാസങ്ങൾ മാത്രമാണെന്നും ക്ഷമയോടെ കാത്തിരുന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇരട്ടിയായി തിരികെ ലഭിക്കുമെന്നും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികളും നഷ്ടങ്ങളും ഉണ്ടായാലും ദൈവത്തിലുള്ള വിശ്വാസം കൈവിടരുത്. ഇയ്യോബിൻ്റെ ക്ഷമ നമ്മെ പഠിപ്പിക്കുന്നത് കഷ്ടതകളുടെ നടുവിലും പ്രത്യാശ കൈവിടാതിരുന്നാൽ ഒടുവിൽ വിജയം നമ്മെ തേടിയെത്തുമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ നമ്മൾ ചെയ്ത തെറ്റുകളുടെ ശിക്ഷ ആകണമെന്നില്ല. ചിലപ്പോൾ അത് നമ്മുടെ വ്യക്തിത്വത്തെയും വിശ്വാസത്തെയും കൂടുതൽ ശക്തമാക്കാനുള്ള പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ മനുഷ്യ ബുദ്ധിക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമുള്ള ദൈവനിശ്ചയങ്ങളോ ആകാം. പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പ്രതിസന്ധികളിൽ ദൈവത്തോട് പരാതി പറയുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ പദ്ധതികളിൽ പൂർണ്ണമായി വിശ്വസിച്ച് കീഴടങ്ങുന്നതാണ് ഉചിതം.
ഇയ്യോബിൻ്റെ സുഹൃത്തുക്കൾ അവൻ്റെ വേദന മനസ്സിലാക്കാതെ അവനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. മറ്റുള്ളവർ കഷ്ടപ്പെടുമ്പോൾ അവരെ വിചാരണ ചെയ്യുകയല്ല, മറിച്ച് അവരോട് കരുണ കാണിക്കുകയും താങ്ങായി നിൽക്കുകയുമാണ് വേണ്ടത്. ഇരുണ്ട രാത്രിക്ക് ശേഷം ഒരു പ്രഭാതമുണ്ട്. എത്ര വലിയ തകർച്ചയിൽ നിന്നും മനുഷ്യന് തിരിച്ചു വരാൻ സാധിക്കും. ക്ഷമയോടെ കാത്തിരുന്നാൽ നഷ്ടപ്പെട്ടതിനേക്കാൾ ഇരട്ടി മടങ്ങായി നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ വരും. പ്രതിസന്ധികൾ നമ്മെ തകർക്കാനല്ല, മറിച്ച് നമ്മുടെ വിശ്വാസത്തെയും വ്യക്തിത്വത്തെയും കൂടുതൽ മാറ്റാൻ വേണ്ടിയുള്ളതാണ്. ഈ ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തട്ടെ. വീണ്ടും മറ്റൊരു ബൈബിൾ കഥയുമായി കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.